തണുപ്പ് കാലത്ത് കഴിക്കാൻ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തതോ കറുത്തതോ ആയിട്ടുള്ള എള്ള് ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ മാത്രം ഇതൊന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. വീണ്ടും സെയിം പാനിലേക്ക് തന്നെ 1.5 കപ്പ് പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത കടലപ്പരിപ്പാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതാദ്യം ഒന്ന് വറുത്തെടുക്കാം. ഓൾറെഡി വറുത്ത കടലപ്പരിപ്പാണ് എങ്കിൽ കൂടി നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു തേങ്ങയുടെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇതുപോലെ വറുത്തെടുക്കുന്നത്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഏകദേശം 2 ടേബിൾ സ്പൂണോളം എള്ള് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എള്ള് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടുകടല കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കാം. ഇത് അത്യാവശ്യം മധുരം കാണും. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറക്കാവുന്നതാണ്. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് വന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വറുത്ത പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ. ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറി ആ ഒരു പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസാകുന്ന ഒരു പാകത്തിനെത്തും. ആ ഒരു പാകത്തിന് വരുന്നവരെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. നോക്കൂ, ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂട് ആറി വന്നതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. കയ്യിലൊന്നും എണ്ണയൊന്നും തടവേണ്ട ഒരാവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദിവസം ഇതിൽ നിന്ന് ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഫീഡ്ബാക്ക്സ് പറയണം.